ഗായ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം ഷാമിയാക്കൊക്കെ ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഷാമിയൊക്കെ സ്വീറ്റ് കോൺ സ്വീറ്റ് കോണൊക്കെ ഉണ്ടാക്കിയാണ്. പിന്നെ ഉച്ചക്ക് ഇന്ന് ജജ്ജുവിനെ ഷേനാനൊക്കെ വിളിച്ചിട്ട് അവരിന്ന് പോവുക നാട്ടിലേക്ക്. അപ്പോൾ പിന്നെ അവിടെ ചെമ്മീൻ ഇരിക്കണ്ടേന്ന് കുറച്ച്. അപ്പം ചെമ്മീൻ റോസ്റ്റാക്കാം, ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി ഞാൻ ഇന്നലെ വെച്ചത് ബാക്കിൻ്റെ, ക്യാബേജ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ മോരുകറിയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അവർ ചെമ്മീൻ ഉള്ളതല്ലേ, അപ്പോൾ അവർ വിളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഷേനും ചേച്ചി മാത്രമുള്ളൂ. അമ്മയ്ക്കും കാക്കാക്കൊന്നും ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ട്. പിന്നെ അവർ പറഞ്ഞാൽ അവർ എന്നും ഇവിടെ ഉള്ളതില്ല, എന്ന് വേണമെങ്കിലും കൂടാലോ. ഷേനും ചേച്ചി ഒന്നും പോവല്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് സ്വീറ്റ് കോൺ ഷാമിയൊക്കെ സ്വീറ്റ് കോൺ പ്രിപ്പറേഷനിലാണ്. ബട്ടറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷാമിയാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് സ്വീറ്റ് കോണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്വീറ്റ് കോൺ ഉണ്ടാക്കാൻ വിചാരിച്ചത്. എന്നിപ്പോൾ ഇങ്ങനത്തെ കടിയൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 6 ദിവസം ആവണുള്ളൂ. അപ്പോൾ ഇന്നലെ അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ ഇനി പ്രോപ്പർ കടികളൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണുള്ളൂ. ഉച്ചക്കൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ സ്വീറ്റ് കോൺ, പിന്നെ ഷാമിയൊക്കെ ഇന്ന് സ്വീറ്റ് കോൺ മതി, ഇനിയിപ്പോൾ എന്തായാലും ഷാമിയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളൊരു ഒഴിവ് ദിവസമില്ല. പക്ഷേ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നിട്ട് ഉച്ചയ്ക്ക് പിന്നെ ഇനി നാടൻ ഊണാണല്ലോ, സെറ്റാക്കിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഷാമിയക്കാരി പ്രിപ്പറേഷനിലാട്ടോ. അപ്പോൾ ഞാൻ ക്യാബേജ് എടുത്ത് വന്നിട്ട് ഷാമിയക്കട് പറയുന്നു, നല്ല ഫ്രഷ് ക്യാബേജ് ഇട്ട് ഇവിടുത്തെ നാട്ടിലത്തെ പോലെ അല്ല എന്നൊക്കെ. അപ്പോൾ ഇന്നലെ മുട്ടക്കറി ഉണ്ടാക്കാൻ ഷാമിയക്ക് ഉള്ളി അരിയുമ്പോൾ എക്സ്ട്രാ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് റോസ്റ്റേക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ലാഭമായി, ഇന്നൊക്കെ ഒരു പകുതി പണി ലാഭമായി കിട്ടി. അപ്പം അങ്ങനെ ഇപ്പം മൊത്തങ്ങൾ വീഡിയോ കാണും കേട്ടോ. നാരങ്ങ പൊടിയോ? നാരങ്ങ ബട്ടർ നാരങ്ങ ഇതാവില്ലേ? മുളക് കൂടി അധികം ഉണ്ടോ? ടിക്ക് മുളക് കൂടി അധികം വേണ്ടേ? ഇന്ന് പാത്രത്തിൽ മാറ്റി വെച്ച് ചാമക്കുള്ളൂ. ടിക്ക് മുളക് കൂടി വേണ്ട. ചെറുതായിട്ട് കുഴപ്പമില്ല. ആ എന്തേ കാണാനാ? അപ്പൊ കാണിച്ചു കേട്ടാ. പഞ്ചസാര ഇട്ട പഞ്ചസാര എന്താണ്? സ്വീറ്റ് കോണിൽ ഓൾറെഡി സ്വീറ്റ് അല്ലേ? മുളക് കൂടി ഇത്തി ഇട്ടാ നല്ല എരിവുള്ള മുളക് കൂടി ഇട്ടാ. ചാടി വേണ്ട. മതി മതി മതി. ഐബൂന് കൊടുക്കണ്ടേ? ഐബൂന് ഇഷ്ടമായി. ഒത്തിരി ഇരുന്നുള്ളൂ. ഐബൂന് പേരിന് ഉപ്പ്, മെയിൻ കണ്ടന്റായ ഉപ്പ്. എന്ത് ലേസം ഇട്ടാലാണ് മധുരത്തിന്റെ ഫ്ലേവർ മേലെ നിൽക്കുള്ളൂ. കുക്കി അറിയില്ല, പഠിപ്പിച്ചു സാറേ. എന്നിട്ട് നല്ലോണം ഇളക്ക്. ബട്ടർ അങ്ങോട്ട് എല്ലാത്തിക്കും ആവട്ടെ. ഞങ്ങളെ റൂമില് ഞാനാണ് മാസ്റ്റർ ഷെഫ്, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. മാഗി അല്ലേ ഇത്? മാഗി അല്ല, ഇതാണ് സ്വീറ്റ് കോൺ. ബട്ടർ എല്ലാത്തിക്കും ആവട്ടെ. ഇളക്ക് കത്തണ്ട. ഉപ്പ് കുറവാണ് മോളൂസേ. ഉപ്പിട്ടോ? ഒരാള് തിന്നെ തന്നെ. അയ്യോ തിന്നെ ഇഷ്ടായ? സൂപ്പറാണോ? എടാ എന്നോട് സൂപ്പർ. ഇഷ്ടമായി. അപ്പം നമ്മളിവിടെ ക്യാരറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ക്യാബേജ് അധികം ആക്കണില്ല. അല്ലെങ്കിൽ ബാക്കിയാണ്, നമ്മൾ 4 ആളുകളേ ഉള്ളൂ. അപ്പോൾ ക്യാബേജ് നല്ല കത്തിയിട്ട ചാമക്ക. സൂപ്പർ കത്തി. നല്ല പുതിയ കട്ടിയും പോടൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല സുഖമായിട്ട് നമുക്ക് സൂപ്പർ കത്തി. ഷാനും ചേച്ചും പൊന്നേരിയാണ് തിന്നാറ്. പക്ഷെ നമ്മളിവിടെ ചെയ്യാറ് കുഴപ്പമില്ലല്ലോ. ഒരു ദിവസമല്ലേ അവരെ തിന്നോളൂ. അവർ പൊന്നേരിയുടെ ആൾക്കാർ. ഞാൻ കുറുവ ചെയ്യൊക്കെ ഏകദേശം ഒരേപോലെ. കുറുവയ്ക്ക് മട്ട പിന്നെ ഇഷ്ടമില്ല. പൊന്നേരി പിന്നെ തിന്നും, മട്ട തീരെ പറ്റിലേക്ക്. ഷാമിയൊക്കെ മട്ട ഇഷ്ടമാണ്. റൂമിലൊക്കെ മട്ട മേടിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ ഷാമയ്ക്ക് ഐബും കൂടിയിട്ട് സ്വീറ്റ് കോൺ ഐബു ഇത്തിരി അവനക്ക് ഭക്ഷണം കൊടുച്ചിട്ട് അവൻ്റെ ശരിക്കുള്ള ഭക്ഷണം കൊടുക്കണം. ക്യാബേജ് ഉപ്പേരിക്ക് അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ കുഴപ്പമില്ലല്ലോ. ഞാൻ പോയിട്ട് സ്വീറ്റ് കോണ് ഭക്ഷണം ആയിക്കട്ടെ. കാരണം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ ഐബൂസ് എണിക്കലാട്ടുമ്പോൾ ഇങ്ങനെ അരിഞ്ഞേക്കാളൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞേക്കും. രാവിലത്തെ കടിക്കളൊക്കെ അരിഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് ചിലപ്പോൾ നല്ല മുട വെച്ചാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ
എന്തെങ്കിലും പൊട്ടുമുളക് ചെടുക്കേണ്ടി വരും, പരിയാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ ചെയ്തേക്കും. ഇന്നലെ പിന്നെ ഞങ്ങൾ പടം കഴിഞ്ഞ് ലേറ്റായി കിടക്കാനൊക്കെ, പിന്നെ നേരം വൈകി എണിക്കാൻ. അപ്പം പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഷാമ്പക്കളോട് കുഴപ്പമില്ല. അപ്പം അതിന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പം ഞാനങ്ങനെ സ്വീറ്റ് കോണൊക്കെ തിന്ന് പിന്നെ മാംഗോ ജ്യൂസിന് അതൊക്കെ കുടിച്ച് രാവിലെ എന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഷാമിയൊക്കെ നാളെ മറ്റന്നാ ഗൾഫ് നാട്ടിൽ പോകണം 4 ദിവസത്തിന്. കാരണം ഷാമിയക്കയുടെ ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പം ആദ്യം പോകണില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. ഷാമിയക്കയുടെ എല്ലാ ഫ്രണ്ട്സും പോകണം. അപ്പം ഷാമിയൊക്കെ പോയിട്ട് അപ്പം ഞാനിവിടെ അമ്മയും കാക്കാടുത്ത് നിൽക്കാൻ വിചാരിച്ചിട്ടാണ്. നല്ല പ്ലാനാണ് സോഫാറിന് എന്താണെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഷാമിയൊക്കെ പോകുന്നതോടെ എല്ലാതും നമുക്ക് എന്താക്കണം തീർക്കണം. കാരണം ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഇന്നലെ ചിക്കൻ ഇതൊക്കെ എടുത്ത് തീർത്ത്. അപ്പോൾ സ്വീറ്റ് കോൺ ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം ഉച്ചക്ക് അതുകൂടെ ചെമ്മീനും അവർ വിളിച്ച് കഴിഞ്ഞാൽ അതും കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കട്ടെ. അവനൊന്ന് ഒതുക്കി അവിടെ ബിസ്ക്കറ്റ് കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ഇപ്പോൾ ഒതുങ്ങിയിരിക്കട്ടാ. ഇപ്പം വരാ. അയ്യോ, അപ്പം അങ്ങനെ അവനവിടെ ഒതുക്കി ഇരുത്തിയിട്ടുണ്ട്. ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കില്ല, ഓരോന്നിങ്ങനെ പൊട്ടിക്കുകയും. ഷാമയൊക്കെ വെച്ചെങ്കിൽ മുടി വെട്ടാനൊക്കെ പോയിട്ടുണ്ട്. ഷാമയൊക്കെ പോകണോണ്ട് മുടി വെട്ടൽ പരിപാടിയൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഇതിലൊക്കെ മേടിക്കാടി ആ സംഭവത്തിൽ. അപ്പം നമുക്ക് മറ്റൊരു വേല അതിനായിട്ട് മുമ്പ് ഇവ നല്ല മൂട് അടിക്കുമ്പോൾ വേഗം വേഗം കുക്ക് ചെയ്യുന്നത് നല്ലത്. സമയമൊന്നും ആയിട്ടില്ല, ഉച്ചാവറൊന്നും ആയിട്ടില്ല. എന്നാലും വേഗം ഇവ നല്ല മൂട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടി കഴിഞ്ഞല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇവ എപ്പോഴും ചീത്ത മൂടാവെന്ന് പറയാൻ പറ്റില്ലേ. അതിനനുസരിച്ച് നോക്കി നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. പണ്ടൊക്കെ കടക പൊട്ടിക്കുമ്പോഴൊക്കെ ദൂരേക്ക് ഓടി ചെയ്യുന്ന ആൾക്കാര്. ഇപ്പൊക്കെ അതിനെ നമ്മൾ ഒറ്റക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ശീലമാവും. ക്യാബേജും ഇതൊക്കെ വെക്കുമ്പോ അതായത് തിരുമ്പിച്ച് മൊത്തം കൂടി ഇടല്ലേ ചെയ്യാ. ഇക്ക ഇഷ്ടമല്ല. ഞാൻ ഉള്ളി അത്യാവശ്യം വഴറ്റി കുറച്ച് കഴിയുമ്പോഴാണ് ക്യാബേജ് ഇടുള്ളത്. പിന്നെ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. കണ്ട ഉള്ളി അത്യാവശ്യം ഒരുമിച്ചിടില്ല. ഉള്ളി അത്യാവശ്യം അതിൻ്റെ ഒരു ചെറിയ കളറാകുമ്പോഴേ ഞാൻ ക്യാബേജ് ഇടുള്ളൂ. ക്യാരറ്റിനൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഉള്ളി ഒന്ന് വഴറ്റി വരട്ടെ. അയ്യോ എന്താ ചെയ്യണ അവിടെ? കുറുമ്പാട്ടല്ലോ നമുക്ക് വരാം. ഇതാ വരുന്നേ കുറുമ്പാട്ടല്ലേ. ഇത് കണ്ടോ ഗൈസ്, ഞാൻ അവിടെ പറഞ്ഞില്ല ഞാൻ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തത്. ഇവിടെ ആകെ അലമ്പാക്കി ബിസ്ക്കറ്റ് ഇട്ടുണ്ട്. നോക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇതൊക്കെ ഇനിത് ഭക്ഷണം കൊടുത്തു വിട്ടാണ് കഴുകി അടിച്ചത് തുടക്കാൻ. അലമ്പനാണേ ഫുള്ളേ. ആ ഗൈസ് ഉപ്പേരി ഉണ്ടാക്കിയത് കാണിക്കാൻ പറ്റിയില്ല. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഫുള്ള് ഇതാക്കി എന്താ ഉണ്ടായി വെച്ചാൽ ഉപ്പേരി വെക്ക് പോകുമ്പോഴത്തേനും ഐബൂനെ അത് പറഞ്ഞിട്ട് ഐബൂനെ ബാത്റൂമിൽ കൊണ്ട് അയക്കാൻ അതിന് അവന് കുറുക്കുണ്ടാക്കാൻ നോക്കും. നോക്ക് തട്ടി അങ്ങനെ കളഞ്ഞ് ഫസ്റ്റ് വീണ്ടും കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര വിക്രസ് തന്നെ. കുറുമ്പാര് തട്ടി, ആരൊക്കെ തട്ടി, രാഗി ആര് തട്ടി പറയും. കുറച്ച് ചോന്നുള്ളും കൂടി അരിയ 2-3 റോസ്റ്റിക്ക് കുറച്ച് ചോന്നുള്ളും കൂടി ഇടുന്നുണ്ട്. ഞാനൊരു ഇന്ത്യാലയത്തിൻ്റെ പാത്രം മേടിച്ചിട്ടുണ്ടെന്ന് റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. പക്ഷെ അത് ഞാൻ ഷോപ്പിംഗ് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കൊണ്ടുവരാൻ പറ്റിയില്ല, വെയിറ്റ് കൂടിയിട്ട്. സരശാമയൊക്കെ പോയി വരുമ്പോൾ ഇനി കൊടുന്നോളും ബാക്കിയുള്ളതൊക്കെ. ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് മതിയായിരിക്കും തോന്നുന്നുണ്ട്. ഇനി ചോന്നുള്ളി അരിഞ്ഞിട്ട് പാപ്പ തിന്ന. അയ്യോ മാമു തിന്നാ എന്താണ് പാപ്പ തിന്നാ? രാഗി തിന്നാ നമുക്ക്? രാഗി എസ് പറഞ്ഞോ? നോന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടാ. അപ്പോൾ ഇവിടെ ഞാൻ റോസ്റ്റിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് തക്കാളി അരിഞ്ഞ് പച്ചമുളക് ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് ഞാനുള്ള ക്യാരറ്റ് ഉണ്ടായിരുന്നതൊന്ന് ചൂടാക്കി എടുത്തേക്ക്. എന്നിട്ട് റോസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ എന്താ ചോറ് വെക്കണം. വേറെ പണിയൊന്നുമില്ല. ഷാമിയൊക്കെ ഇവിടെ നിന്ന് ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ്. സോഫയിൽ നോക്കിയിട്ടില്ല. ആ ഇപ്പൊ ഞാനല്ല. ഷാമിയൊക്കെ ഇടുന്ന ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് അടിച്ചു തുടക്കല്.
അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ചെയ്യണം, എന്നാലാണ് ലൈഫ് മുന്നോട്ട് സെറ്റായി. ചെമ്മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ അന്ന് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം, പൊരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ചെമ്മീൻ പൊരിക്കാൻ വെച്ചിട്ട് നമുക്ക് അപ്പുറത്ത് ചോറ് വെക്കാം. അതാണ് എൻ്റെ പ്ലാൻ. പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ആ രാത്രി നമുക്ക് അരി കഴുകിയിട്ട് ചോറിനപ്പുറത്തിടാം. അപ്പം അതങ്ങോട്ട് രണ്ടും കൂടി സെറ്റായിട്ട് കഴിഞ്ഞോളൂ. കഴുകാണ്ടിട്ടോ, കഴുകണില്ലേ. അപ്പൊ ചോറ് കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ പണ്ടൊന്നും ഞാന് ഉപ്പിട്ടേണ്ടില്ല. അപ്പൊ നമ്മളെ ഷെമീസോണ്ടില് ചോറിൽ ഉപ്പിടുന്ന കണ്ട് കുറച്ച്. അപ്പൊ ഞാൻ ഇപ്പൊ ചോറ് വെക്കുമ്പോ കുറച്ച് ഉപ്പിടാറുണ്ട്, രസം. അവളെല്ലാം ഉപ്പിടുന്നുണ്ടപ്പോ ഞാൻ നമ്മളങ്ങനെ ഉപ്പിടാൻ തോന്നും. ഞാനെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് വെച്ചിട്ട് മൂടി വെക്കും. ആവി വെക്കാണ്ട് മൂടി വെച്ചിട്ട് ആവി വരില്ലേ, ആവി വരുന്ന സമയത്ത് വിസിൽ വെച്ചിട്ട് 15 മിനിറ്റ്. അങ്ങനെയാണ് ഞാൻ. ഇത് ഈ സാധനം ശരിയായില്ലേ. ഞങ്ങളെ പുതിയ മൂപ്പ് കണ്ടു ഗൈസ്, എല്ലാവരും ഇത് മേടിക്കുക, നല്ല സുഖമാണ്. വെള്ളം തന്നെ ചുറ്റും അല്ലേ, തന്നെ ചുറ്റില്ല അല്ലേ? ഇല്ല, ഒന്നുമില്ല സാറേ. ഞാനിത് തുടച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. ഷാമേക്കന് 2 ദിവസം തുടച്ചു, ഞാൻ തുടച്ചു നോക്കിയിട്ടില്ല. വെള്ളം എന്തോ ഇതാക്കിയിട്ട് തുടക്കണ്ടോ? അതല്ല, അതിൻ്റെ ഉള്ളിൽ ഇതാക്കിയിട്ട് ജസ്റ്റ് ചൂട്ടിയിട്ട് തുടക്കണ്ടല്ലേ. അതതിൻ്റെ ചെമ്മീൻ ഒരു ട്രിപ്പ് ചെമ്മീൻ പൊരിച്ച് അടുത്ത ട്രിപ്പ് പൊരിക്കണ. ഇത്ര ആയാൽ മതി, ഓവർ ആവണ്ടല്ലോ. ഇതിൽ വിസിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് വേണം വിസിലിട. തേങ്ങ ഉണ്ട്, അരിയ അല്ല ചോറാവുണ്ട്. പിന്നെ ഷാമേക്കളോട് വലിയ കുഴപ്പമില്ല കേട്ടോ. അവന് കുറച്ചൊക്കെ ഷാമേക്കാലത്തേക്കുണ്ട്, വലിയ കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചൊന്നുമില്ല, കുറച്ച് കഴിച്ചോളൂ. പിന്നെ രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ക്ലീനിങ് കൂടി ഷാമയ്ക്ക് ചെയ്യണ്ടല്ലോ. ഇപ്പൊ കുട്ടിയെ ശേഷം ഷാമയ്ക്ക് കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഷാമയ്ക്ക് ക്ലീനിങ് ഒക്കെ ചെയ്തിരും. പണ്ടങ്ങനെ ചെയ്തൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്നോട് പറയേ എന്നും ശീലാക്കാൻ നിൽക്കണേട്ടോ. അത്രയും തിരക്കുള്ള ആ സമയത്ത് മാത്രം ചെയ്താലും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരമാണല്ലോ. രണ്ടാം കൂടി ചെയ്താൽ നല്ല കാര്യമാണ്. ഷാമയൊക്കെ ഫുള്ള് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. ഗുഡ് ബോയ്. ഓടിയെന്നാ പപ്പാനെ വിളിക്കണേ. പിന്നെ കണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എളുപ്പമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഉമ്മ അവിടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചേട്ടാ. ഇനിയിപ്പോൾ ഒരു ബോട്ടിൽ ചാമയൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്നും കൂടി കൊടുത്തേക്കാൻ പറയണം. ഇതാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി തൊലി കഴിഞ്ഞാൽ ആ പണിയില്ലല്ലോ. ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജായി. മോരും ലാസ്റ്റ് കഴിയാറായി. രണ്ടുമൊക്കെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് ഐബ് അലമ്പാക്കിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഐബിൻ്റെ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മളൊരാളെ വിളിക്കുമ്പോൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇവരൊക്കെ ഇന്ന് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തിന്ന് മടുത്തേക്കണം. പിന്നെ ചെമ്മീൻ, നാട്ടിൽ ചെമ്മീൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല. ഇവിടുത്തെ ചെമ്മീൻ പോലെ അല്ലല്ലോ. അതാണ് ഞാൻ വിചാരിച്ച ചോറും ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് എളുപ്പട്ടോ. പക്ഷേ ഇതും കുറേ ആയിട്ട് തിന്നാണ്ടുമ്പോൾ നമ്മൾ ഈ ചെമ്മീൻ റോസ്റ്റും മോരും ഇതൊക്കെ ആകുമ്പോൾ വേറൊരു രസമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ വന്നതിന് ശേഷം ഞാനൊക്കെ ടേബിളും എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഉപ്പേരി, ക്യാബേജ് ഉപ്പേരി, മോര്, ചെമ്മീൻ റോസ്റ്റ്, ചോറ് സെറ്റാണ് ഗൈസ്. അപ്പോൾ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് തിന്നോണ്ടിരിക്കട്ടെ. ഐബ് കുറച്ച് അലമ്പായതുകൊണ്ട് ഞാൻ അവരോട് ആദ്യം കഴിച്ചോളാൻ പറഞ്ഞത് ഞാൻ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഷേപ്പ് വ്യത്യാസമല്ലേ ഇവള് മഞ്ഞ ചെമ്മിടുക്കടാ. തിന്നു തിന്നു. ചോറ് മോരിഷ്ടായി പോലെ. സൂപ്പർ. എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ സാധനം. ഷാമയ്ക്ക് പറഞ്ഞട്ടോ, ഷാമയ്ക്ക് പറഞ്ഞട്ടോ. ചെമ്മീൻ നാട്ടിലെ ചെമ്മീനാനുള്ള ടേസ്റ്റ് ആണ്. അല്ല ഞാൻ ഉണ്ടാക്കുന്നില്ല അല്ലേ. കള്ളുണ്ട് ആ സാധനം നോക്ക്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ഞങ്ങൾ വർത്താനം കുറേ അവർ പോയിട്ട് അവർ ഇന്ന് രാത്രിയിൽ പോണ് പുലർച്ച. അപ്പോൾ അവർ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഐബൂനെ ഉറക്കണം.
ഭക്ഷണം ഒന്നും ശരിക്കും കഴിച്ചിട്ടില്ല. ചോറ് കൊടുത്തപ്പോൾ 2 വായ കഴിച്ചുള്ളൂ, പിന്നെ ഒന്നും കഴിച്ചില്ല. തണ്ണിമത്ത് വേണം വേണ്ടി കൊടുക്കും. പക്ഷെ തണവുണ്ടായിപ്പോ. റോസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ട് നാട്ടിലത്തെ ചെമ്മീൻ കൂടെ ചേച്ചി പറഞ്ഞ പോലെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എടുത്തിട്ട് നാട്ടിലത്തെ ചെമ്മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്നാ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ തിന്നിട്ടായി പോത്തുണ്ടെങ്കിലും. പിന്നെ ഐബൊക്കെ എണിച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ TV ഒക്കെ കണ്ടിട്ട് നെഗറ്റ്സ് പൊരിച്ച് നിന്നിട്ടാ. അപ്പോൾ നെഗറ്റ്സ് ഒക്കെ പൊരിച്ചിട്ട് തിന്നെ. എന്നിട്ട് പിന്നെ തുണികൾ ഇന്നലെ തിരുമ്പിയത് കുറച്ച് ഊരിടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അതൊക്കെ വിരിച്ച് സെറ്റാക്കി വെക്കുക ചെയ്യണം കേട്ടോ. അപ്പോൾ ഐബോ ആ സമയത്ത് എൻ്റെ പിന്നാലെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അവിടെ പിടിച്ച് വെച്ചേക്ക് സ്റ്റെപ്പാണ് വീട് വിചാരിച്ച് ഞാൻ അങ്ങനെ പിടിച്ച് വെച്ചിട്ട് അങ്ങനെ തുണികൾ തോന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അമ്മയും കാക്കി വിളിച്ചിട്ട് പറഞ്ഞ് ഷാനിന്ന് പോണതല്ലേ, ഇപ്പോൾ പിസ്സ കഴിക്കാൻ പോവുക. കാരണം ഷാമിയാക്കാക്കും ചേച്ചുവിനും ഓൾറെഡി ഇന്ന് റൂമിൽ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ അവർ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിസ്സ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിസ്സ കഴിക്കാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഐബുവിന് സഫാരി മാളിൽ പോയി ബോളും ബലൂണൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കടിച്ച് പിച്ച തന്നെ ഉണ്ടല്ലോ. നമ്മൾ മറ്റേ അവിടുത്തെ പപ്പ ജോൺസ് ഒന്നുകൂടി വലുതായിരുന്നില്ലേ? പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ വന്നെടുക്കാണ്, അല്ലാതെ അവന് വേണ്ടി വരുന്നില്ല. ചൂടുണ്ടാ? വെജിസ് തട്ട 0.5x അയിപ്പതെന്താ? ചിക്കനല്ലേ, ബോളല്ലേ ഇത് കയ്യില്? ബോളാരെ മേടിച്ചത്? പിന്നെ ഷേനാക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട്, കാരണം പുലർച്ചെ അവൾ പോയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പോവില്ല, കാരണം ഐബ് ഉറങ്ങല്ലേ. അത്ര ഉള്ള പിന്നെ വീട്ടിൽ പോയിട്ട് അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.